നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഓടി വിളയാട് പാപ്പ ഒരു കാലത്ത് ഭാരതം മുഴുവൻ അലയടിച്ച ഗാനശകലമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വല ഇതിഹാസമായിരുന്ന കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രശസ്തമായ കുട്ടിപ്പാട്ട് തമിഴിലായിട്ടും ഭാരതം മുഴുവൻ ഒരേപോലെ അലയടിച്ചിരുന്നു. ഇന്ന് ആ പാട്ടിനെ ഒരു പാഠഭേദത്തോടെ അവതരിപ്പിക്കുമ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ജനങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുകയാണ്. ഓടി വിളയാട് പപ്പു എന്ന വരികളോടെയാണ് ആ പാഠഭേദം എത്തിയിരിക്കുന്നത്. അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് തട്ടകം മാറ്റി അവസാന തുരുത്തെങ്കിലും രക്ഷപ്പെടുത്താൻ ഓടി നടക്കുന്ന രാഹുൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ തകർന്നടിഞ്ഞ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. കോൺഗ്രസിന്റെ എന്നല്ല, നെഹ്റു കുടുംബത്തിന്റെ മണ്ഡലങ്ങളായിരുന്ന ദശാബ്ദങ്ങളായി നെഹ്റു കുടുംബക്കാർ അല്ലെങ്കിൽ അവരുടെ വിശ്വസ്തർ മാത്രം മത്സരിച്ചിരുന്ന മണ്ഡലങ്ങൾ. പക്ഷെ ഭാരതത്തിലുടനീളം ഒരു കൊടുങ്കാറ്റ് പോലെ വീശുന്ന നരേന്ദ്രമോദി ഇഫക്ട് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർത്ത് നിലംപരിശാക്കിയിരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റത് നിസ്സാര വോട്ടിനല്ല, വൻ ഭൂരിപക്ഷത്തിന് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെയും ഇസ്ലാമിക ഭീകരരുടെയും പിന്തുണയോടെ വയനാട് രണ്ടാം മണ്ഡലം എന്ന നിലയിൽ മത്സരിച്ച് പാർലമെന്റിൽ എത്തേണ്ട ഗതികേടിലേക്ക് യുവരാജാവ് തകർന്നു വീണു. ഇത്തവണ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശക പത്രിക വയനാട്ടിൽ കൊടുക്കും മുമ്പ് തന്നെ അമേഠിയിൽ രാഹുലിനെ തോൽപ്പിച്ച് വിറപ്പിച്ച് വയനാട്ടിലേക്ക് അയച്ച സ്മൃതി ഇറാനി വയനാട്ടിൽ നേരിട്ടെത്തി രാഹുലിനെ അമേഠിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചു. രാഹുലിന്റെ അനായാസ വിജയം ഒഴിവാക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ച് വയനാട്ടിൽ മത്സരിക്കാനെത്തിയ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസമാണ് റോഡ് ഷോയിൽ സ്മൃതി ഇറാനി വയനാട്ടിലെത്തിയത്. പെണ്ണൊരുത്തി വന്ന് വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി സ്വീകരിച്ച് തോറ്റാലും അമേഠിയിൽ മത്സരിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും രാഹുൽ കാട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ രാഹുൽ അമേഠിയിലേക്ക് പോയില്ല. പകരമാണ് മമ്മി സോണിയാഗാന്ധി ഒഴിവാക്കിയ റായ്ബറേലിയിലേക്ക് രാഹുൽ പറന്നിറങ്ങിയത്. അമേഠി മാത്രമല്ല, റായ്ബറേലിയും സുരക്ഷിത മണ്ഡലമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വവും സോണിയയും തിരിച്ചറിഞ്ഞിരുന്നു. പാരമ്പര്യത്തിന്റെയും വ്യാജ ഗാന്ധി മേൽവിലാസത്തിന്റെയും പച്ചയിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന സംവിധാനമല്ല നിൽക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സുരക്ഷിതമായ രാജ്യസഭാ അംഗത്വം ലഭ്യമായപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ല എന്ന മുൻകൂർ ജാമ്യത്തോടെ സോണിയ റായ്ബറേലി വിട്ടത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചപ്പോൾ റായ്ബറേലി ഇല്ലാതെ എന്റെ കുടുംബം പൂർണ്ണമാകില്ല എന്ന വൈകാരികമായ വാക്കുകളോടെ മണ്ഡലം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമം സോണിയ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അമേഠിയിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്നും റായ്ബറേലിയിൽ പ്രിയങ്ക വാദ്ര സ്ഥാനാർത്ഥിയാവണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പ്രിയങ്ക വാദ്ര മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി. തോറ്റാൽ നഷ്ടപ്പെടുന്ന പ്രതിച്ഛായ ഒരു തിരിച്ചുവരവിന് ഒരിക്കലും ഇടം നൽകില്ലെന്ന് പ്രിയങ്കയ്ക്കും നന്നായി അറിയാമായിരുന്നു. പക്ഷെ അമേഠി സീറ്റിന് അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അവകാശം ഉന്നയിച്ച് രംഗത്തു വന്നു. UPA ഭരണകാലത്ത് നിരവധി ഇടപാടുകളിലൂടെ കുംഭകോണങ്ങളുടെ രാജകുമാരനായി മാറിയ റോബർട്ട് വദ്രയ്ക്ക് സീറ്റ് നൽകിയാൽ അത് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയാവുമെന്ന് അറിയാവുന്ന ഒരു വിഭാഗം നേതാക്കൾ അതിനെതിരെ രംഗത്തു വന്നു. സോണിയയുടെ മാനേജരും കുടുംബത്തിന്റെ വിശ്വസ്തനുമായ KL ശർമ്മയാണ് അമേഠിയിലെ സ്ഥാനാർത്ഥി. കാര്യമായ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലെങ്കിലും സോണിയ രാഹുൽ കുടുംബത്തോട് എല്ലാ കാലത്തും കൂറു പുലർത്തിയിരുന്ന വിശ്വസ്ത സേവകനായി സേവനമനുഷ്ഠിച്ച ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കി കുടുംബബന്ധം ഉറപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. മെയ് 20 അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന റായ്ബറേലിയിലും അമേഠിയിലും നാമനിർദ്ദേശക പത്രിക നൽകേണ്ട അവസാന ദിവസമാണ് രാഹുലും ശർമ്മയും പത്രിക സമർപ്പിച്ചത്. UPയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ഏക സീറ്റാണ് റായ്ബറേലി. BJP നേതാക്കളുടെ, പ്രത്യേകിച്ച് സ്മൃതി ഇറാനിയുടെ ആവർത്തിച്ചുള്ള വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ UPയിൽ എവിടെയെങ്കിലും മത്സരിക്കണം എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ രാഹുലിനോട് ആവശ്യപ്പെടുകയായിരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി അമേഠിയിൽ പരാജയം ഏറ്റുവാങ്ങാനുള്ള ധൈര്യം രാഹുലിന് ഉണ്ടായിരുന്നില്ല. അവിടെ പിന്തുണയ്ക്കാൻ ഭീകരവാദ ന്യൂനപക്ഷ വോട്ട് ബാങ്കും ഇല്ല. ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ അത് കാരണമാണ് റൺ ബേബി റൺ എന്ന കോറസ് പോലെ രാഹുൽ റായ്ബറേലിയിലേക്ക് അവസാന ദിവസം ഓടിയെത്തിയത്. 1952 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായിരുന്നു റായ്ബറേലി. ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗണ്ഡി ആയിരുന്നു 1952 റായ്ബറേലിയിൽ മത്സരിച്ചത്. പിന്നീട് ഇന്ദിര, അരുൺ നെഹ്റു, ഷീല കൗൾ, സതീഷ് ശർമ്മ തുടങ്ങി നെഹ്റു കുടുംബത്തിലെ ചാർച്ചക്കാരും വിശ്വസ്തരും ഇവിടെ മത്സരിക്കാനെത്തി. 1996 98 മണ്ഡലം BJP പിടിച്ചു. അശോക് സിംഗ് ആയിരുന്നു സ്ഥാനാർത്ഥി. 2004 മുതൽ 2019 വരെ സോണിയ റായ്ബറേലിയെ പ്രതിനിധീകരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ ദിനേശ് പ്രതാപ് സിംഗ് സോണിയെ വിറപ്പിച്ചാണ് വിട്ടത്. അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദിനേശ് പ്രതാപ് സിംഗ് ഇപ്പോൾ UPയിലെ മന്ത്രിയാണ്. മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും വേരുകളുള്ള ദിനേശ് പ്രതാപ് സിംഗിനെ നേരിടുന്നത് ദുഷ്കരമാണെന്ന് കണ്ടാണ് സോണിയ ഇക്കുറി പിൻവാങ്ങിയത്. പകരം വയനാടിന് പിന്നാലെ രാഹുൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് അവിടെ എത്തിയിരിക്കുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ 4,17,888 ഭൂരിപക്ഷം നേടിയ സോണിയയുടെ ഭൂരിപക്ഷം പിന്നീടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞു വരികയായിരുന്നു. 2009 3,72,165 വോട്ടും 2014
3,52,713 വോട്ടും 2013 1,67,178 വോട്ടുമായിരുന്നു സോണിയയുടെ ഭൂരിപക്ഷം. 20 തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 14 തവണയും നെഹ്റു കുടുംബം മാത്രം മത്സരിക്കപ്പെട്ട മണ്ഡലമാണ് റായ്ബറേലി. ഒരു തവണ നെഹ്റു കുടുംബം തോറ്റത് 1977 നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു. തോറ്റത് സാക്ഷാൽ ഇന്ദിരാഗാന്ധി തന്നെ. അന്ന് ജയിച്ച രാജ്നാരായൺ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും വലിയ ജയന്റ് കില്ലറായി മാറി. യുപിയിൽ നിന്ന് സമാധാനവും സുരക്ഷിതത്വവും തേടി വയനാട്ടിലേക്ക് വണ്ടി കയറിയ രാഹുൽ ഒരിക്കൽ കൂടി ഭാഗ്യപരീക്ഷണത്തിന് യുപിയിലേക്ക് തിരിച്ചെത്തുന്നത് സമാജ്വാദി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് സർവേയും വാഗ്ദാനവും മാത്രം കാരണമാണ്. അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ വിജയം കൈവരിക്കാൻ കഴിയും എന്നാണ് ഇന്ത്യ മുന്നണി നടത്തിയ സർവേയിൽ കണ്ടെത്തിയതത്രേ. കോൺഗ്രസിനെയും നേതാക്കളെയും കാര്യമായി മൈൻഡ് ചെയ്യാത്ത SP നേതാവ് അഖിലേഷ് യാദവിനോട് സോണിയയും കോൺഗ്രസ് നേതൃത്വവും നടത്തിയ നിരന്തര ചർച്ചയ്ക്കൊടുവിലാണ് അവിടെ അഖിലേഷ് സഹായം ഉറപ്പു നൽകിയത്. റായ്ബറേലിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണവും ഇപ്പോഴും സമാജ്വാദി പാർട്ടിയുടെ കൈവശമാണെന്നത് യാഥാർത്ഥ്യം. അവരുടെ ശക്തി കേന്ദ്രമാണെന്ന ഉറപ്പുമാണ് രാഹുലിനെ ഒരിക്കൽ കൂടി ഭാഗ്യപരീക്ഷണത്തിന് നിർബന്ധിതനാക്കിയത്. തന്റെ പിൻഗാമി എന്ന നിലയിൽ രാഹുൽ വരട്ടെ എന്ന് മാഡം സോണിയുടെ നിർബന്ധവും ഇതിന് കാരണമാക്കി. അമേഠിയിൽ മത്സരിച്ചാൽ പ്രചരണത്തിനു വേണ്ടി അവിടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും എന്നും മറ്റിടങ്ങളിലേക്ക് പോകാൻ കഴിയില്ലെന്നുമുള്ള രാഹുലിന്റെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം മുഖവിലേക്കെടുത്തു. അഖിലേഷിന്റെ ഉറപ്പും അവരുടെ ശക്തി കേന്ദ്രമാണെന്ന വിശ്വാസവും പിൻബലം നൽകിയപ്പോൾ രാഹുൽ മത്സരത്തിന് തീരുമാനിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം വന്ന് പത്രിക നൽകിയ രാഹുലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത് രാഷ്ട്രീയത്തിൽ ഭയത്തിന് സ്ഥാനമില്ല, അതുകൊണ്ട് തന്നെ ഭയപ്പെടരുത് എന്ന പരാമർശത്തോടെയാണ്. അമേഠിയിൽ നിന്ന് പരാജയം പേടിച്ച് ഭയന്നോടി എന്ന രീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും എതിർപക്ഷവും രാഹുലിന്റെ റായ്ബറേലിയിലേക്കുള്ള ഓട്ടത്തെ കാണുന്നത്. റായ്ബറേലിയിൽ വിജയിച്ചാൽ പ്രിയങ്കയെ കന്നി മത്സരത്തിന് വയനാട്ടിൽ ഇറക്കി സുരക്ഷിതമായി പാർലമെന്റിൽ എത്തിക്കാൻ കഴിയും എന്ന നീക്കവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ ശക്തനായ ദിനേശ് പ്രതാപ് സിംഗിനെ എഴുതിത്തള്ളാൻ ആവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ വിലയിരുത്തുന്നു. കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ച സിംഗിന്റെ വിശ്വാസ്യത രാഹുലിനേക്കാൾ ഏറെ മുന്നിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. റായ്ബറേലിയിൽ പരാജയം ഏറ്റുവാങ്ങിയാൽ മുത്തശ്ശി പാർട്ടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമായ തുരുത്തായിരിക്കും നഷ്ടപ്പെടുക. ഒപ്പം വയനാട്ടിൽ ജയിച്ചാലും ദേശീയ നേതൃത്വത്തിൽ രാഹുലിന്റെ മുഖം നഷ്ടപ്പെടുകയും ഒരു തിരിച്ചുവരവിനോ നിലനിൽപ്പിനോ ഉള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. അനിവാര്യമായ വിനാശത്തിന്റെ പടുകുഴിയിലേക്കാണ് കോൺഗ്രസും ഇന്ത്യയും മുന്നണിയും നീങ്ങുന്നത്. അഴിമതിയിലൂടെ സ്വജനപക്ഷപാതത്തിലൂടെയും ആയിരക്കണക്കിന് കോടി രൂപ അടിച്ചുമാറ്റി ഭാരതത്തിലെ ദരിദ്ര കോടികളെ വിനാശത്തിന്റെ പടുകുഴിയിലേക്ക് നയിച്ച കോൺഗ്രസ് ഊർജ്ജശ്വാസം വലിക്കുമ്പോൾ ഒന്ന് കൈകൊടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്ന എന്ന സാഹചര്യം കൂടി തിരിച്ചറിയണം. ശരശയ്യയിൽ സ്വച്ഛന്ത മൃത്യു ആശംസിക്കാം. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.